10-നുള്ള കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഇതോടനുബന്ധിച്ചുള്ള ഒരു ഫൈനൽ കണക്കാണ് വരാൻ പോകുന്നത്. സംസ്ഥാനത്ത് 67.27% മാത്രമാണ് 6 മണി വരെയുള്ള പോളിംഗ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും നിലിമ, ഏതായാലും അവസാന മണിക്കൂറുകളിലെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 67.27%, അതായത് 6:10 വന്നിരിക്കുന്ന കണക്ക് പ്രകാരമാണ് സംസ്ഥാനത്ത് 67.27% പോളിംഗ് രേഖപ്പെടുത്തിയെന്ന് പറയുന്നത്. ഇത് അന്തിമ കണക്കല്ല, ഇതിന്റെ ഒരു അന്തിമ കണക്ക് കൂടി പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഇപ്പോഴും പലയിടങ്ങളിലും നീണ്ട ക്യൂ ആണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകളിലൊക്കെ നീണ്ട ക്യൂ ഇപ്പോഴും പല ബൂത്തുകളിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആ ക്യൂവിലുണ്ടായിരുന്ന മുഴുവൻ പേർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അവിടങ്ങളിൽ വളരെ മന്ദഗതിയിലാണ് രാവിലെ മുതൽ പോളിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും പോളിംഗ് ബൂത്തുകളിൽ നിരവധി പേർ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവർ കൂടി പോൾ ചെയ്ത് കഴിയുമ്പോൾ ഈ കണക്കുകളിൽ മാറ്റം വരും എന്നുള്ളതിൽ സംശയമില്ല. ഏതായാലും ഇപ്പോൾ വന്നിട്ടുള്ള കണക്ക് പ്രകാരം 67.27% സംസ്ഥാനത്തെ പോളിംഗ് എന്ന് പറയുന്നത് ഇത്തവണത്തെ. അതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂരിലാണ്. കണ്ണൂരിൽ 70% കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂരിൽ 71.54% കണ്ണൂരിലെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത്. അതിനു പിന്നാലെ 70.90 ആലപ്പുഴ, അതിന് പിന്നാലെ കാസർഗോഡ് 70.37% രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം ഇപ്രകാരമാണ്. തിരുവനന്തപുരം 64.40, ആറ്റിങ്ങൽ 67.62, കൊല്ലം 65.33, പത്തനംതിട്ട 62.08, മാവേലിക്കര 64.27, കോട്ടയം 64.14, ഇടുക്കി 64.57, എറണാകുളം 65.53, ചാലക്കുടി 69.05, തൃശൂർ 68.51, പാലക്കാട് 69.45, ആലത്തൂർ 68.89, പൊന്നാനി 63.39, മലപ്പുറം 67.17, കോഴിക്കോട് 68.86, വയനാട് 69.69, വടകര 69.04 എന്നിങ്ങനെയാണ്. അതായത് 3 മണ്ഡലങ്ങൾ മാത്രമാണ് 70% എന്നുള്ള പോളിംഗ് ശതമാനം കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ വലിയ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവ് തന്നെയാണ് സംസ്ഥാനത്ത് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോഴും അതായത് 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ 70-ന് മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് കാണുന്നത്.